നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ് അവൽ വിളയിച്ചത്. വെൽക്കം ടു മൈ വീഡിയോ. ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര പൊടിച്ചത് അരക്കപ്പ് എടുത്തിട്ട് കൊടുക്കുക. അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ചൂടാക്കാൻ വെക്കുക. തുടർന്ന് തുടർച്ചയായി ഇളക്കി ശർക്കര വെള്ളത്തിൽ ലയിപ്പിക്കണം. പിന്നെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ശർക്കര പൂർണ്ണമായി വെള്ളത്തിൽ ലയിച്ചു എന്ന് നോക്കുക. ഇങ്ങനെ പാനിയാക്കിയ ശർക്കര ഒരു പാനിലേക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുക. അരിക്കുന്നത് മൂലം അതിനകത്തുള്ള അഴുക്കുകളൊക്കെ മാറ്റാൻ സാധിക്കും. സ്റ്റൗ ഓൺ ചെയ്ത് വീണ്ടും തിളപ്പിക്കാൻ വെക്കുക. ഇതുപോലെ തിളച്ചു തുടങ്ങുമ്പോൾ ചിരകിയ തേങ്ങ ഒരു കപ്പ് അതിലേക്ക് ഇടുക. 5 മിനിറ്റ് നേരം തുടർച്ചയായി ഇളക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആകാറായിട്ടുണ്ട്. ഇതിനകത്ത് ലേശം വെള്ളം കൂടിയുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റും കൂടി തുടർച്ചയായി ഇളക്കി കഴിയുമ്പോൾ ഇതിനുള്ള വെള്ളം അത്യാവശ്യം വറ്റിക്കിട്ടും. ഈ പരുവത്തിൽ മതി. ഇനി വറ്റിക്കേണ്ട. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് 3 മിനിറ്റ് ചൂട് അല്പം കുറയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ള അവൽ കൂടി ചേർക്കാം. അത്യാവശ്യമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി അവൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അവൽ ശർക്കരയുടെ ബ്രൗൺ കളർ ആകും വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ തയ്യാറാക്കുന്നത് 4 പേർക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ പാകത്തിലായിരിക്കും. അവൽ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പൊട്ടുവെള്ളരി 1/4 കപ്പ്, കൂടാതെ കപ്പലണ്ടി 1/4 കപ്പ്, വെളുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. നന്നായി ഇളക്കുക. ബ്രൗൺ കളർ ആകും വരെ ഇളക്കുക. എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവൽ വിളയിച്ചതിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ തയ്യാറാക്കുന്ന അവൽ വിളയിച്ചത് വെള്ളമില്ലാത്തൊരു ജാറിലേക്ക് അടച്ച് സൂക്ഷിക്കാം. നെയ്യ് ഉപയോഗിക്കുന്നത് മൂലം നല്ലൊരു ഫ്ലേവറും ഇതിന് കിട്ടുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന അവൽ വിളയിച്ചത് ഒരാഴ്ചയെ കൂടുതൽ കേടുകൂടാതെ ഇരിക്കും. മറ്റൊരു കാര്യം പറഞ്ഞാൽ അവൽ വിളയിച്ചത് ഒരു ദിവസം വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചൂടാറിന് ശേഷം മാത്രം ജാറിൽ അടച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയതാണ്. താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.